ബ്രോ? പടം പോരാ, എൻ്റെ പൈസ പോയി, സമയം പോയി, എന്താ അറിയില്ല, കൊള്ളൂല. പടം കണ്ടു. 3D ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. അത്ര നല്ല 3D ഒന്നും അല്ല. ഈ തിയേറ്ററിനാണോ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. 3D എത്ര ആണല്ലോ. എങ്ങനെയുണ്ട് മാത്യുവിൻ്റെ അഭിനയം? കുഴപ്പമില്ല. പാട്ട് മാത്രം കൊള്ളാം. വേറെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാനിങ്ങനെ ചെറിയ പടങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പാടാം, പക്ഷേ പറ്റുന്നില്ല. ഒട്ടും പോകത്തല്ല. 3D എക്സ്പീരിയൻസ് മൊത്തം അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ടോട്ടലി ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉണ്ട്. സിനിമ കൊള്ളാം, പക്ഷെ കണ്ടന്റ് പോലെയല്ലോ. ഫൈറ്റ് ഉള്ളായിരുന്നു, പക്ഷെ ഒരുമാതിരി കാണാൻ പറ്റിയ സിനിമ എല്ലാം തോന്നുന്നു. 3D ഒക്കെ എങ്ങനെയുണ്ട്? 3D കുഴപ്പമില്ല, കാണാൻ കൊള്ളായിരുന്നു. പിന്നെ പറയാനൊന്നുമില്ല. കുഴപ്പമില്ല. ഒരു സെക്കൻഡ് ഹാഫിൽ ഫൈറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഓൾ ടോട്ടൽ സിനിമ എനിക്ക് അത്രയ്ക്ക് വർക്കായില്ല. 3D എങ്ങനെയുണ്ട്? 3D എക്സ്പീരിയൻസ് നല്ലതാണ്, സിനിമാറ്റോഗ്രാഫി ഒക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് ഒട്ടും അത്ര കുഴപ്പമില്ല. ജസ്റ്റ് വൺ ടൈം വാച്ചാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. 3D ഒക്കെ എങ്ങനെയുണ്ട്? 3D കൊള്ളാം. ശരി. മാത്യുവിൻ്റെ പെർഫോമൻസ്? മാത്യു കൊള്ളാം. കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ച്. ഓക്കെ. ഒരു 3D എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നാലും? കുഴപ്പമില്ല. ഓക്കെ. സ്ലോ ബേസിൽ തന്നെ പോകുന്ന 3D കൊള്ളാം. ടീച്ചറായി കുറച്ച് സീനും കൊള്ളാം. കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. എങ്ങനെ അഭിനയങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അതിനെയൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഒന്നും ഇല്ല. കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. സിനിമ കൊള്ളത്തില്ല, ഇഷ്ടപ്പെട്ടില്ല. എന്താണ് കാരണം? എന്താണ് ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എങ്ങനെ 3D എങ്ങനെയുണ്ട്? 2-3 സീനിൽ 3D ഉള്ളൂ, ബാക്കിയെല്ലാം നോർമലാണ്. അത്ര ഭയങ്കര ഇതൊന്നുമില്ല. നമ്മള് പേര് പോലെ അത്ര ലവ്ലി ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ നമ്മള് രാജമൗലിയുടെ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നത്. ഒരു ചെറിയ ബഡ്ജറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ സിനിമ എടുത്തിട്ടുണ്ട്, ആ ഒരു ഇത് ഉണ്ട്. പിന്നെ ഒരു 3D ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. നമ്മുടെ ആ 3D കണ്ണട പൈസ വെറുതെ പോയി, നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു 30 രൂപ എക്സ്ട്രാ ആയി എന്നുള്ള ഒരു ഫീൽ കിട്ടി. കാരണം ഒരു ഘട്ടത്തിലും ഈ സിനിമ ഒരു 3D സിനിമയായിട്ട് തോന്നില്ല. കാരണം ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുമ്പോൾ ആ ഒരു പരസ്യം, സിഗർ സ്മോക്കിൻ്റെ ആ പരസ്യം മാത്രമാണ് ഒരു 3D എഫക്റ്റ് കിട്ടിയത്. ബാക്കിയെല്ലാം വെറും 2D എഫക്റ്റ് മാത്രമേ സിനിമയിൽ കിട്ടുള്ളൂ. പിന്നെ ഈച്ചയ്ക്ക് ശബ്ദം കൊടുത്തേക്കുന്ന നമ്മുടെ ശിവാംഗി കൃഷ്ണകുമാർ, ബിന്നി കൃഷ്ണകുമാറിൻ്റെ മോളാണ് ഡബ് ചെയ്തേക്കുന്നത്. അവർ ശിവാംഗി നന്നായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. ആ ഈച്ചയ്ക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ടും വയലൻസ് ഒന്നും ഇല്ലാത്തതായതുകൊണ്ടും കുട്ടികളെ കൊണ്ട് കാണിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു സിനിമ, അത്രയും. ബോറിംഗ് ആണ്, പിന്നെ ലാഗുണ്ട്. പക്ഷേ എന്താണ് 3D കൊള്ളാം. ഈച്ച സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സീനൊക്കെ ഈ സീറ്റിൻ്റെ ഇടയിൽ കൂടെ ഈച്ച വന്ന് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ചിൽഡ്രൻ മൂവി എന്നുള്ള രീതിയിലേ പരിഗണിക്കാൻ പറ്റത്തുള്ളൂ. മാത്യൂസ് ഇതിലൊരു ടീനോലും ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു ചൈൽഡ് എങ്ങനെയാണ് നിൽക്കുന്നത് ആ ഒരു രീതിയിലാണ്. മൊത്തത്തിൽ ഓവറോൾ ചിൽഡ്രൻസിന് ഇഷ്ടപ്പെടും. പിന്നെ നമ്മളെപ്പോലെ ഗ്രോൺ അപ്പ് ആയിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടും. വ്യക്തിപരമായിട്ട് വർക്കൗട്ടായ സിനിമ തുടങ്ങി പല ആൾക്കാരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. അതിൽ മെയിനായിട്ട് വരുന്നത് മാത്യു തോമസിൻ്റെ അവതരിപ്പിച്ച ബോണി എന്ന കഥാപാത്രമാണ്. അതിനുശേഷം ഒരു സംഭവം നടക്കുന്നു. സംഭവത്തിന് ശേഷം എങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനൊരു സിനിമയുടെ ട്രെയിലറിലെല്ലാം കാണുന്ന പോലെ ഈച്ച ഒരു കഥാപാത്രമായിട്ട് സിനിമയിൽ വരുന്നുണ്ട്. ഇന്റർവ്യൂ നടക്കുമ്പോഴാണ് ഈച്ചയുടെ കഥാപാത്രം വരുന്നത്. അപ്പോഴത്തേക്ക് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്ലോട്ട് ക്രിയേറ്റ് ആയി വരുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെ ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്ത രീതിയിലായിരുന്നു അവർ കൊണ്ടുപോയത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് ഇത് വ്യക്തിപരമായിട്ട് ഒട്ടും വർക്കൗട്ടായില്ല ഈ ഒരു സിനിമ.